4,80,000 രൂപ കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ആൽഫ വരുന്നതാണ്. ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. 4 പുത്തൻ ടയർ ഇപ്പൊ മാറിയിട്ടുള്ളൂ. ഫുൾ കമ്പനി ഹിസ്റ്ററി, ഒരു ക്ലെയിമോ റീപ്ലേസോ റീപെയിന്റിംഗ് പോലും പമ്പറിലും പോലും വല്ലാതെ ചെയ്യാത്തൊരു വാഹനം. ഡീസൽ ഓട്ടോമാറ്റിക്. ഒരുപാട് ആളുകൾ ഈ 20 എബോ 22 ഒക്കെ മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടോ ചോദിക്കുന്ന ആളുകൾക്ക് ഓഫർ റേറ്റിന് കൊടുക്കുന്ന 5.5 ലക്ഷം രൂപ കൊടുക്കുക. 5.5 ലക്ഷം രൂപക്ക് 2020 മോഡൽ സ്വിഫ്റ്റ് ഒരു 70,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടും. മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കിഡ്ലമാണ് ക്യാപ്ചർ. 2 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. എന്റെ വൈഫ് ഉപയോഗിച്ച് പറഞ്ഞത് എനിക്ക് ഈ രീതിയിലുള്ള വണ്ടിയെ വേണ്ട, കാരണം അവർക്ക് മിക്സ് തിരിക്കുന്ന രീതിയിലുള്ള ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനം. 1 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട. ബാങ്കിങ്ങും ഇൻകം പ്രൂഫും സിബിലും ഉണ്ടെങ്കിൽ 1 രൂപ ഇല്ലാതെ ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും. അപ്പൊ മൈലേജ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ്. അതും 25 വരെ ലോങ്ങിൽ മൈലേജും കിട്ടും. നല്ല അടിപൊളി വാഹനം. റേറ്റും കുറച്ച് കൊടുക്കട്ടോ, മാക്സിമം റേറ്റ് കൊടുക്കുക. 2018 ലാസ്റ്റ് ആൽഫ ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 10,000 രൂപ. ഒരാളുടെയും വാക്ക് കേട്ടിട്ട് വണ്ടി എടുക്കണ്ട, ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കും കൊടുക്കുക. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ. അതും ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഈ ഒരു വാഹനം. 2020 ലാസ്റ്റ് വണ്ടി കേട്ടോ. 50,000 രൂപ ഡിസ്കൗണ്ട് പ്രൈസിൽ. ഒരു ചെറുവണ്ടിക്കാണ് നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറുവണ്ടി അല്ല, എന്നാലും നമുക്ക് SUV ഒക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് SUV ഒക്കെ കൊടുക്കുന്ന അതേ ഡിസ്കൗണ്ട് നമുക്ക് ചെറുവണ്ടിക്ക് കൂടെ തരും. 13 ലക്ഷം രൂപന്റെ മുകളിൽ പുതിയ വണ്ടിക്ക് വില വന്നിട്ടുള്ള വാഹനമാണ്. 22 മോഡൽ, 30,000 കിലോമീറ്റർ, 0 ക്ലെയിം, 4 പുത്തൻ ടയർ, സ്റ്റെപ്പിന് എടുത്തിട്ടില്ല. ഓഫർ റേറ്റിന് എല്ലാ വാഹനവും കറക്റ്റ് ഓഫർ റേറ്റിനാണ് നമുക്ക് കൊടുക്കുന്നത്. അതെ, അത് നമുക്ക് ഫുൾ ലോണിലും ചെയ്യാം. ഡിസംബർ 2025 കാറെന്ന സ്വപ്നങ്ങൾക്ക് തവണ സാക്ഷാത്കരിക്കാൻ പോവാണ്. നിങ്ങൾക്ക് EMI അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? 70 കാറുകൾ, അതിൽ 50 കാറുകൾ നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ നമുക്ക് തരാൻ പോവാണ്. RBയിലാണ് ഗംഭീരമായ ഇയർ എൻഡിങ് സെയിലാണ് നടക്കാൻ പോകുന്നത്. സമീർക്ക, എന്താണ് നമ്മൾ പൊളിക്കാനുള്ള പരിപാടി തന്നെയാണ് അല്ലെ? ഏറ്റവും കൂടുതൽ വില കുറച്ചിട്ടുള്ള വാഹനങ്ങൾ, അതും ഓഫർ റേറ്റിന്. നമ്മൾ മുന്നേ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം, ഓരോ വണ്ടിയിലും 25,000 50,000 അത്രയും വ്യത്യാസ റേറ്റിലാണ് നമ്മൾ വണ്ടി കൊടുക്കുന്നത്. അത് എല്ലാം ഫുൾ ലോണില്. അപ്പൊ നമുക്ക് 1 രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട. അതെ, ഇഷ്ടം പോലെ 10-70ഓളം വണ്ടികൾ, ലോ കിലോമീറ്റർ വണ്ടികൾ കേട്ടോ. 30,000 കിലോമീറ്റർ കൂടിയ സൺറൂഫ് വരുന്ന i20 ന്യൂ ഷേപ്പ് ആസ്റ്റ ഓപ്ഷണൽ വരെ വരുന്നുണ്ട്. വെറും 20,000 കിലോമീറ്റർ കൂടിയ ടിയാഗോ, അല്ല 16,000 കിലോമീറ്റർ കൂടിയ വാഹനം. ഈ ജാഗോർ വണ്ടിക്ക് ജാഗോർ 20,000 കിലോമീറ്റർ കൂടിയ വണ്ടി. ലോ കിലോമീറ്റർ വണ്ടികൾ ഒരുപാട് വണ്ടികൾ. 60,000 കിലോമീറ്റർ. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ചെറുവണ്ടികൾ, സാധാരണ SUVകളാണ് ഉണ്ടാവാറുള്ളത്. അതെ, ഇപ്പോൾ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് വണ്ടി ഇറക്കിയിട്ടുണ്ട്. അതെ, സെഡാൻ ടൈപ്പ് വണ്ടികളുണ്ട്. അതും ഇതെല്ലാം ഫുള്ള് ലോൺ കിട്ടുന്ന വാഹനങ്ങളാണ്. ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പ്, ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനങ്ങൾ. അപ്പൊ നമുക്ക് ടോട്ടൽ 70 വണ്ടികളുണ്ട്. അതിൽ 19 വണ്ടികൾ നമുക്ക് 1 രൂപ ഡൗൺ പേയ്മെന്റ് ഇല്ലെങ്കിൽ വണ്ടി ഇറക്കാം. അപ്പൊ നമുക്ക് RBന്റെ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങോട്ട് എത്തിച്ചേരാം? കറക്റ്റ് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് ലൊക്കേഷന്. വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ റിലയൻസിന്റെ ട്രെൻഡ്സിന് തൊട്ട് ചാരി വ്യാപാരിഭവൻ റോഡ് 200 മീറ്റർ കഴിഞ്ഞാൽ നമ്മളെ വീടും ഷോപ്പൊക്കെ ഒരുമിച്ച് തന്നെയാണ്. അപ്പൊ അതാണ് നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എല്ലാ വണ്ടിയുടെയും നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡിയ ചെയ്തിട്ടില്ല. എല്ലാ വാഹനത്തിന്റെയും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വണ്ടി എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ വണ്ടി മാക്സിമം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടികളൊക്കെ നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളും അതേപോലെ തന്നെ ഓരോ വണ്ടിയും ഒരാളുടെയും വാക്ക് കേട്ടിട്ട് വണ്ടി എടുക്കേണ്ട, ചെക്ക് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പൊ നമ്മൾ വണ്ടി കൺഫേം ചെയ്യുക. അതേപോലെ നമുക്ക് തവണ ഇനിയിപ്പോ SUVകൾക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ്, സെൽറ്റോസ് കാര്യങ്ങള്, അതേപോലെ 14,000 കിലോമീറ്റർ ഓടിയ സെൽറ്റോസ്, അതുപോലെ തന്നെ ലോ കിലോമീറ്റർ ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഓഫർ റേറ്റിന് ഓട്ടോമാറ്റിക് ക്രെറ്റ, ഡീസൽ ക്രെറ്റ, പെട്രോൾ ക്രെറ്റ എല്ലാം ഉണ്ട് കേട്ടോ. സൺറൂഫ് ഉള്ളതും ഇല്ലാത്തതും കോമ്പസും ഒക്കെ നമുക്ക് ഓരോ വണ്ടിയിലും 50,000 രൂപന്റെ അടുത്ത് ഡിസ്കൗണ്ട് സെയിലാണ് നമുക്ക് വെക്കുന്നത്. നിലവിൽ മാർക്കറ്റ് റേറ്റിനേക്കാൾ പൊട്ടിച്ചിട്ടുള്ള റേറ്റ് ആണ്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമ്മൾ ഈ മാസം ഈ 2024 കഴിയുമ്പോൾ എല്ലാം സ്റ്റോക്ക് ഔട്ട് ആക്കണം. അത്രയും റേറ്റ് കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ മൈലേജ് വണ്ടി വന്നാൽ തുടങ്ങാം. അതെ, മൈലേജിൽ നമുക്ക് ആദ്യം നമുക്ക് ന്യൂ മോഡൽ i20 തുടങ്ങാം. ഓഫർ റേറ്റ് ഇട്ടാണ്. ഓഫർ റേറ്റ് ആണ്, ചെറുവണ്ടിയാണ്. പിന്നെ ഒരു കുട്ടികളൊക്കെ സംബന്ധിച്ച് നമുക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ സൺറൂഫ് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ 22 ലാസ്റ്റ് മോഡൽ വരുന്ന i20 ഏറ്റവും ടോപ്പ് എൻഡ് ആസ്റ്റ ഓപ്ഷനിൽ വരുന്ന വാഹനം കേട്ടോ. ആസ്റ്റ ഓപ്ഷനിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഡയമണ്ട് കട്ട് വീല്, സൺറൂഫ് എല്ലാം വരും. കമ്പനി
കമ്പനി അണ്ടർ വാറണ്ടി ഉള്ള വാഹനമാണ്. 30,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. ആസ്റ്റ ഓപ്ഷനിൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കമ്പനി ഫിറ്റിംഗ്സ് ലോ കിലോമീറ്റർ ഉണ്ട്. കമ്പനി സർവീസ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ആസ്റ്റ ഓപ്ഷണൽ ആണ്. സ്പോർട്സും അതിന്റെ താഴെ ഇറയും മാഗ്നയും ഒക്കെ വരുന്നുണ്ട്. ഏറ്റവും ടോപ്പ് വേരിയന്റ് ഓഫർ റേറ്റിന് 8.5 ലക്ഷം രൂപ മാർക്കറ്റിൽ ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന വാഹനം നമുക്ക് ഇന്ന് 8 ലക്ഷം രൂപ കൊടുക്കാം. 50,000 രൂപ ഡിസ്കൗണ്ട് പ്രൈസിൽ. ഒരു ചെറുവണ്ടിക്കാണ് നമുക്ക് ഡിപ്പെൻഡബിളി നോക്കുമ്പോൾ ചെറുവണ്ടി അല്ല, എന്നാലും നമുക്ക് SUV ഒക്കെ നോക്കുമ്പോൾ ശരിക്കും നമുക്ക് SUV ഒക്കെ കൊടുക്കുന്ന അതേ ഡിസ്കൗണ്ട് നമുക്ക് ചെറുവണ്ടിക്ക് ഇവിടെ തരും. 13 ലക്ഷം രൂപന്റെ മുകളിൽ പുതിയ വണ്ടിക്ക് വില വന്നിട്ടുള്ള വാഹനമാണ്. 22 മോഡൽ, 30,000 കിലോമീറ്റർ, 0 ക്ലെയിം, 4 പുത്തൻ ടയർ, സ്റ്റെപ്പിന് എടുത്തിട്ടില്ല. ഓഫർ റേറ്റിന് എല്ലാ വാഹനവും കറക്റ്റ് ഓഫർ റേറ്റിനാണ് നമുക്ക് കൊടുക്കുന്നത്. അതെ, അത് നമുക്ക് ഫുൾ ലോണിലും ചെയ്യാം. ചെയ്യാം. നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് സ്വിഫ്റ്റിന്റെ ഡീസൽ വാഹനം. അതും ഈ ഒരു ബ്ലൂ കളറിൽ ഡയമണ്ട് കട്ട് വീല് കമ്പനി വരുന്ന വാഹനം കേട്ടോ. അതും 4 പുത്തൻ ടയർ, 0 ക്ലെയിം. കമ്പനിയിൽ നിന്നും പുറത്തുനിന്നും ഒരു 0 ക്ലെയിമിന്റെ വാഹനം വണ്ടി ചെയ്തിട്ടില്ല. ഇപ്പോഴും B2B കമ്പനി ഇൻഷുറൻസ്, പുറത്തുനിന്നുള്ള ഇൻഷുറൻസ് അല്ല, മാരുതിയുടെ B2B ഇൻഷുറൻസ്. പുത്തൻ വണ്ടി ഇറങ്ങുമ്പോൾ അതേ ഇൻഷുറൻസ്, സർവീസ് ബുക്ക്, സെക്കൻഡ് കീ എല്ലാം അവൈലബിൾ. 4 പുതിയ ടയർ, ഡീസൽ, 25 കിലോമീറ്റർ മൈലേജ് ഉള്ള വാഹനം. അതും VDI ഓപ്ഷന് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം കേട്ടോ. 4 പുത്തൻ ടയർ, സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, 0 ക്ലെയിം, പുത്തൻ ഇൻഷുറൻസ്, B2B ആണ്. അതും ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് ഇന്ന് 6,25,000 രൂപ കൊടുക്കാം. 6,25,000 ഫുൾ ലോണിലും കൊടുക്കാം. 1 രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട. ബാങ്കിങ്ങും ഇൻകം പ്രൂഫും സിബിലും ഉണ്ടെങ്കിൽ 1 രൂപ ഇല്ലാതെ ഈ ഒരു വാഹനം ഇറക്കാൻ പറ്റും. അപ്പൊ മൈലേജ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ്. അതും 25 വരെ ലോങ്ങിൽ മൈലേജും കിട്ടും. നല്ല അടിപൊളി വാഹനം, ഒരു ക്ലെയിമും ഇല്ലാത്ത വാഹനം കേട്ടോ. അടുത്തതാണ് വീണ്ടും നമുക്കൊരു വൈറ്റ് സ്വിഫ്റ്റ്. 2020 നവംബർ വണ്ടി, 20 ലാസ്റ്റ് വരുന്ന സ്വിഫ്റ്റില് പെട്രോൾ ആട്ടോ. പെട്രോൾ എഞ്ചിനാണെങ്കിലും മൈലേജ് നമുക്കൊരു 17-18 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടും. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 40,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. എല്ലാ ഭാഗവും ഇന്റീരിയർ ആണെങ്കിലും എല്ലാ ഭാഗവും ഓക്കെയാണ്. ബാക്ക് രണ്ടും കമ്പനി വന്ന ടയറാണ്, കുറവുണ്ട്. ഫ്രണ്ട് 2 പുത്തൻ ടയർ ഉണ്ട്. ഇൻഷുറൻസും പുതിയതാണ്, 2025 കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് 2 പുത്തൻ ടയർ ഉണ്ട്, ബാക്ക് ടയർ കുറവാണ്. ഈ ഒരു വാഹനം നമുക്ക് കറക്റ്റ് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5.5 ലക്ഷം രൂപക്ക് 2020 മോഡൽ സ്വിഫ്റ്റ് പെട്രോൾ കൊടുക്കുക. 40,000 കിലോമീറ്റർ വരെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അടുത്താണ് ബലേനോ. 2018 ലാസ്റ്റ് മോഡൽ കേട്ടോ. 18 ലാസ്റ്റ് മോഡൽ ഡീസൽ ആൽഫ, ഫുൾ ഓപ്ഷൻ വരുന്ന ആൽഫയാണ്. അതേ മൈലേജ് ഇതിനും പ്രതീക്ഷിക്കാം. 20ന്റെ മുകളിൽ 24 കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനം. 0 ക്ലെയിം ആണ്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. വിത്ത് കമ്പനി ഹിസ്റ്ററി. കറക്റ്റ് 1 ലക്ഷം കിലോമീറ്റർ ഇപ്പൊ ഈ വാഹനം ഓടിയിട്ടുണ്ട്. സർവീസ് ഹിസ്റ്ററി മൊത്തം കമ്പനിയിൽ നിന്ന് പോയിട്ടുള്ള വാഹനമാണ്. ആൽഫ ആകുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, നാവിഗേഷൻ കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നതാണ്. ടയർ ഭാഗമാണെങ്കിലും അത്യാവശ്യം ഒരു 50%-60% ഉപയോഗിക്കാനുള്ള ടയർ ഉണ്ട്. ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്. നമുക്ക് 6.5 ലക്ഷം രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. ഡീസൽ വണ്ടിയാണ്. റേറ്റും കുറച്ച് കൊടുക്കട്ടോ. മാക്സിമം റേറ്റ് കൊടുക്കാം. 2018 ലാസ്റ്റ് ആൽഫ ഡീസൽ വണ്ടി ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 10,000 രൂപ കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ, അതും നമുക്ക് കുറച്ച് കൊടുക്കാം. ഫുൾ ലോണിലും കൊടുക്കാം. കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ. റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ്. ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് പോന്നാൽ മതി. ഇനി 2 ലക്ഷം മൈലേജ് നോക്കുന്നവർക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു കിടിലൻ വാഹനമാണ് ക്യാപ്ചർ. 2 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. ബാങ്കിങ്ങും ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ, ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഫുൾ ലോണിൽ 0 മെക്കാനിക് കാര്യങ്ങളൊക്കെ കറക്റ്റ് കമ്പനി സർവീസ്. പുറത്തുനിന്ന് ഒരു സർവീസും മെക്കാനിക്കും ഒന്നും ചെയ്യാത്തൊരു വാഹനം. ഒരു A to Z കമ്പനി സർവീസ് ഉണ്ട്. ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. RXT ഓപ്ഷനൽ ഡുവൽ ടൂൺ വരുന്ന ക്യാപ്ചർ. 18 രജിസ്റ്റർ വരുന്ന വാഹനം. 17 ആണ് മോഡൽ വരുന്നത്. 18 രജിസ്റ്റർ. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഡോക്ടറിന്റെ ചിഹ്നം ഉണ്ട്, അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഡോക്ടർ തന്നെയാണ് ശരിക്കും. എന്നാലും അതിന്റെ പേര് പറയുന്നില്ല. ഈ ഒരു വാഹനം KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വരുന്ന ഈ ഒരു വാഹനം
നമുക്ക് 6,75,000 രൂപ കൊടുക്കാം. ഒരു കിഡ്ലൻ SUV, അതും ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി, ഏറ്റവും ടോപ്പിന്റെ ഫുള്ള് ലോണിലും കൊടുക്കാം. 2 ലക്ഷം വരെ ക്യാഷ് ബാക്ക് കിട്ടും. ബാങ്കിങ്ങും ഇൻകം പ്രൂഫും മസ്റ്റ് ആണ്. അങ്ങനെ നിങ്ങൾക്ക് 2 ലക്ഷം വരെ ക്യാഷ് ബാക്കിൽ ഈ മൈലേജ് 20 പ്രതീക്ഷിച്ചു. 20 എന്തായാലും മൈലേജ് ഷുവർ ആയിട്ട്. ഡീസലിൽ 20 കിലോമീറ്റർ മൈലേജും കിട്ടും. 6 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. കറക്റ്റ് കമ്പനി സർവീസിലാണ്. അപ്പൊ നല്ല പെർഫോമൻസ് ഉണ്ടാവും, മൈലേജ് ഉണ്ടാവും. 2 ലക്ഷം രൂപ ക്യാഷ് ബാക്ക് ഉണ്ടാവും. അതും നല്ല ക്വാളിറ്റി ഉള്ള വാഹനം കേട്ടോ. അടുത്താണ് വീണ്ടും നമുക്കൊരു ബലാനയാണ്. 5,90,000 രൂപക്ക് സീറ്റ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്നുണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ എന്ന് പറയാൻ നമുക്ക് ആ ഒരു ടച്ച് സ്ക്രീനിന്റെ ഒരു കമ്മിയുണ്ട്. പക്ഷേ കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് എല്ലാ കാര്യങ്ങളും 17 ലാസ്റ്റ് മോഡലാണ് ഈ വാഹനം വരുന്നത്. 2017 സെക്കൻഡ് ഓണർ, 80,000 കിലോമീറ്റർ ഓടിയ വാഹനം കേട്ടോ. അത് 2000 ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. കമ്പനി എല്ലാ സർവീസും ഷോറൂമും സർവീസുള്ള വാഹനം. നമുക്ക് 18 മോഡൽ ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ അല്ല, പെട്രോൾ. ഇത് എന്നാലും 17-18 മൈലേജ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വാഹനമാണ്. 18 മെയിൻ്റെനൻസ് തീരെ ഇല്ല, ലോ മെയിൻ്റെനൻസ് ഉള്ള 4 ടയറും പുത്തൻ ടയർ ഉണ്ട് 4. അതും ഹിസ്റ്ററി, ഷോറൂം ഹിസ്റ്ററിയാണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്. ഇത് നമുക്ക് 5,90,000 രൂപക്ക് വാഹനം കൊടുക്കാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്തു. ഫുൾ ഓൺ, അത് 5,90,000. ഇനി നമുക്ക് ബ്രാൻഡ് ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ളവർക്കാണ് ഗ്ലാൻസ് അല്ലെ, അത് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ. ഇതെങ്ങനെയായിരുന്നു നമുക്ക് GS ഓപ്ഷൻ വരുന്ന വാഹനമാണ്. അതായത് നമുക്ക് ബാറ്ററിയും മോട്ടറും എഞ്ചിനും കൂടി വർക്ക് ചെയ്യുന്ന വാഹനം. മൈലേജ് ഒന്നുകൂടി പൊളിയായിരിക്കും. അതെ, പുതിയ ടെക്നോളജിയാണ്. കാരണം നിങ്ങൾക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ അറിയാം, ഏറ്റവും കൂടുതൽ ടെക്നോളജികൾ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓരോന്നും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നൈട്രജനും അതുപോലെ തന്നെ ബാറ്ററിക്കുള്ള ഇലക്ട്രിക്കൽ വാഹനങ്ങളും എല്ലാം പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന. ഇതിപ്പോൾ പുതിയ ടെക്നോളജി വരുന്ന വാഹനം. നമുക്ക് സാധാരണ മൈലേജ് 20 കിലോമീറ്റർ കിട്ടുമ്പോൾ ഇത് 22-23 കിലോമീറ്റർ വരെ നമുക്ക് കിട്ടുന്ന പെട്രോളിൽ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. 2020 ലാസ്റ്റ് വരുന്ന ഗ്ലാൻസ. അതും എല്ലാ ഓപ്ഷനും വരും. പുഷ് ബട്ടൺ, റിവേഴ്സ് ക്യാമറ, കമ്പനി എല്ലാം ഫിറ്റഡ് ഉള്ള വാഹനം. എല്ലാം വരുന്നുണ്ട്. 2020 ലാസ്റ്റ് 20 വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഗ്ലാൻസ് നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ. അതും നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കും കൊടുക്കാം. 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ. അതും ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ് ഈ ഒരു വാഹനം. 2020 ലാസ്റ്റ് വണ്ടി കേട്ടോ. അടുത്ത ഒരു ബഡ്ജറ്റ് റേഞ്ച് ഒന്നുകൂടി നോക്കുന്നു. ZXi പ്ലസ്, ZXiൽ പ്ലസ് പുഷ് ബട്ടൺ സ്റ്റാർട്ടും അലോയ് കീലെസ് എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്ന 2015 ലാസ്റ്റ് വാഹനം കേട്ടോ. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. ഫുൾ ഓപ്ഷൻ വരുന്ന ZXi ഓപ്ഷനെ വരുന്ന വാഹനം. 2015 ലാസ്റ്റ് ആണ്. പെട്രോൾ വാഹനമാണ്. ഒരുപാട് 15 പ്രത്യേകത പറഞ്ഞാൽ എഞ്ചിനിലാണ് മെയിൻ ആയിട്ട് വണ്ടിയിൽ ഒരു ചേഞ്ച് മാരുതി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മൈലേജ് കൂടുതൽ നമുക്ക് കിട്ടും. പെട്രോൾ ആണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന എഞ്ചിനാണ്. പെർഫോമൻസ് നമുക്ക് ഇപ്പോൾ ഇറങ്ങുന്ന വാഹനങ്ങളൊക്കെ 3 സിലിണ്ടറാണ് വരുന്നത്. ഇതും പഴയ ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള സ്വിഫ്റ്റ് ഒക്കെ 4 സിലിണ്ടറാണ് വരുന്നത്. ഇപ്പൊ ഇറങ്ങുന്ന 2025 വണ്ടി ഇറങ്ങുന്ന ആളുകൾ മൈലേജ് കൂടുതൽ നോക്കുന്ന ആളുകൾക്ക് അത് ചൂസ് ചെയ്യാം. ഇതാണെങ്കിൽ നമുക്ക് പെർഫോമൻസും പവറും കുറച്ചും കൂടി കൂടും കിട്ടും. മറ്റേ നമുക്കൊരു ചെറുവണ്ടി കൊണ്ടെടുക്കുന്ന അവസ്ഥയായിരിക്കും. 3 സിലിണ്ടർ ആവുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാവും. ഇത് 4 സിലിണ്ടർ ആണ്. ഇത് നമുക്ക് 4.80 വണ്ടി കൊടുക്കാൻ പറ്റും. 2015 ലാസ്റ്റ് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം കേട്ടോ. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. 18 മൈലേജും കിട്ടും. കമ്പനി ഹിസ്റ്ററി മാത്രം വരുന്ന വാഹനമാണ്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ. കിലോമീറ്റർ 90 ആയിട്ടുണ്ട്. 90 കിലോമീറ്റർ. അടുത്താണ് നമുക്കൊരു ഓട്ടോമാറ്റിക് വാഗനർ. കസ്റ്റമർ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആണ്. അതും ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോ 4 ടയറും കസ്റ്റമർ മാറിയിട്ടുണ്ട്. പുതിയ ഇൻഷുറൻസും അടച്ചിട്ടുണ്ട്. VXi ഓപ്ഷൻ വരുന്ന ഒരു റീപ്ലേസും വരാത്ത ഈ ഒരു മോഡൽ അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അതെ. VXiൽ ഓട്ടോമാറ്റിക് നല്ല അടിപൊളി സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒന്നും കസ്റ്റമർ എടുത്തിട്ട് ഒരു 100 രൂപന്റെ പണി ചെയ്യാനില്ല. അത്രയും ക്വാളിറ്റി ഉള്ള പെട്രോൾ അടിക്കേണ്ട ഒരു പണി മാത്രമേ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി നമ്പറും ഉണ്ട്. ഈ ഒരു വാഹനം നമുക്കിന്ന്
3,99,000 രൂപക്ക് ഫൈനൽ കൊടുക്കാൻ പറ്റും. 3,99,000 ഫൈനൽ. 2016 ലാസ്റ്റ് വരുന്ന ഓട്ടോമാറ്റിക് വാഗനർ ഫുൾ കമ്പനി സർവീസ് 4 പുത്തൻ ടയർ. പൊളി വണ്ടി അല്ലേ? പൊളി വണ്ടി. അടുത്ത തവണ നമുക്ക് കിഡ് ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക്. ഇത് പിന്നെ നമുക്ക് ലേഡീസിന് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റും. അതെ അതെ. കാരണം എന്താ വെച്ചാല് ഗിയറിനൊക്കെ നമുക്ക് AC തിരിക്കണ മാതിരിയുള്ള ചെറിയൊരു നോബാണ്. 1000 cc ആണ് വരുന്നത്. അതായത് നമ്മളെ വാഗനറിന്റെ സെയിം cc. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ആ ഒരു 3 ഓപ്ഷനേ വരുന്നുള്ളൂ. സിമ്പിൾ ആയിട്ടൊക്കെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് ഇത്. എന്റെ വൈഫ് ഉപയോഗിച്ച് പറഞ്ഞത് എനിക്ക് ഈ രീതിയിലുള്ള വണ്ടിയാണ് വേണ്ടത്. കാരണം അവർക്ക് മിക്സ് തിരിക്കുന്ന രീതിയിലുള്ള ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനം. കംഫർട്ടാണ് വണ്ടി. കംഫർട്ടാണ്. നമുക്ക് ഗിയർ മാറ്റുന്ന ഒരു ലാഘവം ഉണ്ടാവില്ല. കാരണം ഒരു മിക്സി യൂസ് ചെയ്യുന്ന അതേ ലാഘവം പറ്റുന്ന വാഹനം. വെറും 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17 മോഡൽ ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് 3.5 ലക്ഷം രൂപയാണ് പറഞ്ഞതുള്ളത്. 3.30 വണ്ടി കൊടുക്കാൻ പറ്റും. 3.5 വരെ ലോണും ചെയ്ത് കൊടുക്കാം. 3.5 വരെ ലോൺ ചെയ്ത് 20,000 രൂപ നമുക്ക് ഒരു 2 മാസത്തെ അടവിന്റെ പൈസ നമുക്ക് അങ്ങ് കൊണ്ടുപോകാം. പുതിയ ടയർ, ഇൻഷുറൻസ് പുതിയത്, 110 അതായത് 1000 cc വരുന്ന കിഡ് ഓട്ടോമാറ്റിക്കുള്ള വാഹനം. ഈ ഒരു വാഹനം നമുക്ക് വെറും 3,30,000 രൂപക്ക് ഫുള്ള് ലോണും ചെയ്തു കൊടുക്കും. 3.30 ഫുൾ ലോൺ, 20 രൂപയാണ് ക്യാഷ് ബാക്ക്. അടുത്ത് വീണ്ടും നമ്മളൊരു ബലേന ഷോറൂമിൽ പോയ അവസ്ഥയാണല്ലോ. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രേ വന്നിട്ടുണ്ട്. ഇതെങ്ങനെയായിരുന്നു? ഈ 2017 ലാസ്റ്റ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആൽഫ ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 80% മുകളിൽ ടയർ ഉണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് ചാവി, ഫുള്ള് കമ്പനി ഹിസ്റ്ററി. അതുപോലെ തന്നെ ലെതർ സീറ്റ്. ആൽഫ ആകുമ്പോൾ പിന്നെ എക്സ്ട്രാ ഒന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം ടോപ്പ് എൻഡ് വരുന്ന വാഹനമാണ്. വേറെ ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും അങ്ങനത്തെ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി മൊത്തം വന്നിട്ടുള്ള വാഹനം. തിരുവരങ്ങാടിയാണ്, ഫ്ലഡ് ഒന്നും ഇല്ലാത്തൊരു ഏരിയയാണ് തിരുവരങ്ങാടി. ഇനി ബലാന നമുക്ക് ഫ്ലഡ് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളടുത്തൊരു ഫ്ലഡ് 2 വണ്ടി ഉണ്ടായിരുന്നു. 2 സോൾഡ് ഔട്ട് ആയിക്കണ്. ഇന്നൊരു വണ്ടി ഉണ്ട്. അത് ബലാനോ ഇതല്ല കേട്ടോ, വേറൊരു ബലാനോ വരുന്നുണ്ട്. ഈ വാഹനം നമുക്ക് 5,90,000 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. സിംഗിൾ ഓണർഷിപ്പ്, ഫുള്ള് ലോണും ചെയ്യാം. ബാങ്കിങ്ങോ ഇൻകം പ്രൂഫ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഒരു 70,000 രൂപ വരെ ക്യാഷ് ബാക്കും കിട്ടും. 70,000 രൂപ ക്യാഷ് ബാക്ക്. ഇനി ഇതാ KL41 ഫ്ലഡ് തപ്പി നടക്കുന്ന ആളുകൾക്ക് ഒരു ഫ്ലഡ് വണ്ടി. ഈ വണ്ടി നമുക്ക് 4,80,000 രൂപ കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ആൽഫ വരുന്നതാണ്. ഇത് CVT ഓട്ടോമാറ്റിക് ആണ്. 4 പുത്തൻ ടയർ ഇപ്പൊ മാറിയിട്ടുള്ളൂ. ഒരു 90% അല്ല, 100% തന്നെ പറയാം. ഇത് CVT ഓട്ടോമാറ്റിക് 2017 32,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇത് 2,000 കിലോമീറ്റർ ഓടിയ സമയത്താണ് ഫ്ലഡ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇനി ഫ്ലഡ് വണ്ടി ആകെ ഒന്നുള്ളൂ. 70 വണ്ടികളിൽ ഒന്ന് ഫ്ലഡാണ്. അത് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഒക്കെ നമ്മൾ ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അപ്പൊ ഇത് നമുക്ക് വണ്ടിയുടെ പ്രൈസ് നോക്കി അറിയാം. 4,80,000 രൂപക്ക് ഇപ്പൊ നമുക്ക് ഓൾട്ടോ ആണെങ്കിൽ 4 രൂപ കൊടുക്കാം. ആ സമയത്ത് നമുക്ക് CVT ആണ്. 4 പുത്തൻ ടയർ ഉണ്ട്. ഫ്ലഡ് ഉള്ള വാഹനം ആയതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് വന്നാൽ മതി. 18 ഫ്ലഡ് ആയതാണ്. 8-ാം മാസം 2,000 കിലോമീറ്റർ ഓടിയ സമയത്ത് ചെയ്തതാണ്. ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. KL41 വണ്ടി. KL41 എല്ലാം ഫ്ലഡ് അല്ല. KL41 ഫ്ലഡ് ഉള്ള വണ്ടികളുണ്ട്. അത് നമ്മൾ അത് പറഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അടുത്തതാണെങ്കിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് മെയിൻ്റെനൻസ് ഒന്നുമില്ല. വെറും എണ്ണ അടിച്ച് കറക്റ്റ് നിങ്ങൾ ഓയിൽ ചേഞ്ച് നടത്തിക്കൊണ്ട് ഒരു പണി വരാത്തൊരു വാഹനമാണ് ഹോണ്ടയുടെ BRV. ഏറ്റവും ടോപ്പ് വേരിയന്റ്, അതും ഫുള്ള് കമ്പനി സർവീസ്. അത് 5,000 10,000 എല്ലാ സർവീസും ഷോറൂമിൽ നിന്ന്. ഇപ്പൊ ലാസ്റ്റ് 85,000 സർവീസും കഴിഞ്ഞിട്ടുണ്ട് 2024 കേട്ടോ. A to Z ഒരു സർവീസ് പോലും പെൻഡിങ്ങോ ഒരു സർവീസ് പോലും പുറത്തുനിന്നോ ചെയ്തിട്ടില്ല. 2016 ലാസ്റ്റ് ഫുൾ ഓപ്ഷൻ വരുന്ന BRV 7 സീറ്റർ. അത്യാവശ്യത്തിലേറെ കംഫർട്ട് ഉണ്ട് വണ്ടി. നല്ല സ്പേസ് ഉണ്ട്. ഇതിന് സെക്കൻഡ് റോ സീറ്റിന് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കാരണം എല്ലാം വരുന്നു. ഡയമണ്ട് കട്ട് വീല്, പുഷ് ബട്ടണ്, കീലെസ് എൻട്രി, നാവിഗേഷന് എല്ലാം വരുന്ന, അതും പുത്തൻ ഇൻഷുറൻസ്. വണ്ടി ഫുൾ കമ്പനി ഹിസ്റ്ററി. 6242 ഫാൻസി നമ്പർ. ഈ ഒരു വരുന്ന WRV 6.5 ലക്ഷം രൂപ കൊടുക്കാം. 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഓഫർ റേറ്റ് ഇട്ടേക്കുന്നതാണ്. മാക്സിമം ഉപയോഗപ്പെടുത്തുന്നത്. ഇതിന്റെ മുന്നേ നമുക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു. അത് 2 ഓഫർ സെയിലിനാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അതൊക്കെ SMT ആയിരുന്നു. ഇത് V ആണ് വരുന്നത്. ഏറ്റവും ടോപ്പ് എൻഡ് 7 സീറ്റർ നമുക്ക് 6.5 ലക്ഷം രൂപ. ഫുൾ കമ്പനി ഹിസ്റ്ററി. ഒരു ക്ലെയിമോ റീപ്ലേസോ റീപെയിന്റിംഗ് പോലും
പമ്പറിലും പോലും അങ്ങനെ വല്ലാതെ ചെയ്യാത്തൊരു വാഹനം. ഇതിന്റെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഞാൻ ചെയ്യാത്ത എന്താ വെച്ചാൽ റീപെയിന്റിങ് കയറാത്ത വണ്ടി ആയതുകൊണ്ടാണ്. ഇതൊക്കെ ഉള്ളൂ, അതൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഒറിജിനൽ ആയിട്ടുള്ള വാഹനം. നമുക്ക് എത്ര രൂപ വണ്ടി ഇറങ്ങാം? ഫുള്ള് ലോണും ചെയ്തു. ബാങ്കിങ്ങും ഇൻകം പ്രൂഫും ആണ് മസ്റ്റ്. സിബിൽ ഇനി കുറഞ്ഞാലും 700-ന്റെ താഴെ ആകാറുണ്ടാ മതി. മുന്നേ നമ്മൾ പറഞ്ഞതൊക്കെ 750-ന്റെ മുകളിലാണ് പറഞ്ഞത്. 700-ന്റെ താഴെ ആകാറുണ്ടാ മതി. 700 ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെ അതെ. അടുത്തതാണ് ഇനി മൈലേജ്, പെർഫോമൻസ്, എന്നാ സൺറൂഫ് കാര്യങ്ങള് അതൊക്കെ എല്ലാം കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന അടിപൊളി വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന 2017 ലാസ്റ്റ് സൺറൂഫ് ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ വരുന്ന ഹോണ്ട WRV സൺറൂഫ് VX ഓപ്ഷനിൽ വരുന്ന വാഹനം കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, ടച്ച് സ്ക്രീന്, എല്ലാ ഫീച്ചേഴ്സും വരും. ഡയമണ്ട് കട്ട് വീല്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു അടിപൊളി വാഹനം. നമുക്ക് ഡീസലും ആണ്. ലോങ്ങില് 23, 22, 24 ഇതുവരെ നമുക്ക് മൈലേജ് പിടിക്കാൻ പറ്റും. പിന്നെ 1.5 അല്ലേ വരുന്നത്? 1.5 1009 നല്ല ഫാൻസി നമ്പറും സിംഗിൾ ഓണറും പുത്തൻ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. ഇത് നമുക്ക് 7.25 ലക്ഷം രൂപയാണ്. 7.5 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കുക. 7.5 ലക്ഷം രൂപക്ക് 17 WRV സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള 0 ക്ലെയിം ഉള്ള വാഹനം കൊടുക്കാൻ പറ്റും കേട്ടോ. എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത്? ഫുള്ള് ലോണല്ല, ഒരു 50,000 രൂപ ക്യാഷ് ബാക്ക് 8 ലക്ഷം വരെ ലോണും ചെയ്യാം. 8 ലക്ഷം വരെ ലോണും ചെയ്യാം. വണ്ടിയുടെ എമൗണ്ട് 7.5 ലക്ഷം രൂപക്ക് ഫൈനൽ കൊടുക്കുക. 8 ലക്ഷം വരെ ലോണും ചെയ്യാം. ക്യാഷ് ബാക്ക് ആയിട്ട് 50 രൂപ അങ്ങോട്ട് കൊണ്ടുപോകാം. ഇനി ഇവിടെ നമുക്ക് സെഡാന്റെ ഒരു ചാകര തുടങ്ങാൻ പോവാണ്. സെഡാൻ ടൈപ്പ് വാഹനങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക്. നമുക്ക് ഒരു ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നൊരു ഡിസയർ ഇല്ല. അതെ, ZXi പ്ലസ് വരുന്ന വാഹനം. അതായത് വൈഡ് വീൽ, അലോയ് വീലും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതും സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോ 2017-18 റേഷ്യർ ZXi പ്ലസ് മാനുവൽ വരുന്ന വാഹനം കേട്ടോ. പിന്നെ ഇതിന്റെയൊക്കെ മാരുതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിച്ചൊരു വാഹനമാണ്. നമുക്കൊരു സെക്കൻഡ് റോയിൽ നമുക്ക് AC ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. AC വരുന്നുണ്ട്, ചാർജിങ് പോയിന്റ് എല്ലാം വരുന്ന അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും സീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് ZXi പ്ലസ് വരുന്ന വാഹനം കേട്ടോ. ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, DRL, ഇപ്പോഴും പുത്തൻ കമ്പനി ഇൻഷുറൻസ് പമ്പർ ടു പമ്പർ ഉള്ള വാഹനമാണ്. പമ്പർ ടു പമ്പർ ആണ് കമ്പനി മാരുതിയുടെ ഇൻഷുറൻസ് ആണ്. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. വേറെ നിർത്തി കൊടുക്കുക. B2B അറിയാത്ത ആളുകൾ ഒരുപാട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ്, എന്നാലും പറയാണ്. B2B എന്ന് പറയുമ്പോൾ നമുക്ക് 0 ഡിപ്രിസിയേഷനിൽ ഈ ഒരു പമ്പർ മാറാൻ നിങ്ങൾക്ക് പൈസ കൊടുക്കണ്ട. വെറും ഡോക്യുമെന്റേഷൻ ചാർജ് മാത്രം കൊടുത്താൽ മതി. ഫസ്റ്റ് ക്ലാസ് ആകുമ്പോൾ ഈ ഒരു പമ്പറിന്റെയും ഈ ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എമൗണ്ട് നമ്മൾ പേ ചെയ്യണം. ഇതിന്റെ പകുതി നമ്മൾ പേ ചെയ്യണം. ഗ്ലാസിനൊക്കെ ആണെങ്കിൽ ഫുള്ള് കിട്ടും. ഗ്ലാസിന് ഫുള്ള് കിട്ടും, പക്ഷെ ഗ്ലാസിന്റെ ബീഡിങ്ങിന് കിട്ടൂല. അതുപോലെ തന്നെ ഗ്ലാസ് ഒട്ടിക്കാനുള്ള പശക്കും കിട്ടൂല. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ നിങ്ങൾക്ക് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു എമൗണ്ട് കൂട്ടി ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്താൽ ആകെ ഒരു 1000 രൂപ നമ്മള് ചെലവഴിച്ചു കൊടുത്താൽ നമുക്ക് എല്ലാം മാറ്റി കിട്ടും. കമ്പനിയിൽ നിന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ 1000 രൂപന്റെ വ്യത്യാസമാവില്ല. കാരണം ഇതിനൊക്കെ 19,000 രൂപന്റെ ഇൻഷുറൻസ് ആണ്. ഫസ്റ്റ് ക്ലാസ് എടുക്കണമെങ്കിൽ 8 രൂപന്റെ റേഞ്ചിലാവുള്ളൂ. മോഡൽ കുറയുന്നതനുസരിച്ച് വണ്ടിയുടെ ഇൻഷുറൻസിന്റെ എമൗണ്ട് പ്രീമിയം കൂടും. അതെ. അടുത്ത തവണ വീണ്ടും നമുക്കൊരു കിടക്കാച്ചി ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എത്തിയോസ് അതും റേറ്റ് പറഞ്ഞു നമ്മള് ഇത് നമുക്ക് 5,90,000 രൂപ 5,90,000 രൂപ കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് 6.25 ലക്ഷം രൂപ വിലട്ട വണ്ടി കേട്ടോ. 5,90,000 ഫൈനല് കൊടുക്കാം. 35,000 രൂപ സ്പെഷ്യൽ നമ്മൾ കുറച്ചിട്ടുണ്ട്. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അടുത്ത തവണ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ബ്ലാക്കിൽ എത്തിയോസ് ഇത് വൈഡ് വീൽ ഒക്കെ ചെയ്തിട്ടുള്ള ഒരു 2012-13 ഡെലിവറി 13 റേഷ്യർ സെക്കൻഡ് ഓണർ 1.20 സംതിങ് ഓടി 1.28 ഓടിയിട്ടുണ്ട്. ഡീസലാണ്. നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന വാഹനമാണ്. ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2013 റേഷ്യർ 5 മാസം വരെ ഇൻഷുറൻസും ഉണ്ട്. വണ്ടി റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളായിട്ട് റീപ്ലേസും കാര്യം ഫ്രണ്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഈ ഒരു വാഹനം 3,50,000 രൂപ കൊടുക്കാം. 3,50,000 നല്ലൊരു എത്തിയോസ്. ഇത് നമ്പർ ആയ വണ്ടിയാണ്. പക്ഷെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയി കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതെ അതെ. പിന്നെ നല്ല വൃത്തി കാര്യങ്ങളെല്ലാം ഉണ്ട്. 3 ലക്ഷം 2.5 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. 2 ലക്ഷം വരെ ഒരു വണ്ടി ഇറക്കി. പിന്നെ നമുക്ക് തവണ നേരത്തെ നമ്മൾ പരിചയപ്പെട്ട ഡിസൈറിന്റെ ഡീസൽ ഓട്ടോമാറ്റിക്. ഒരുപാട് ആളുകൾ ഈ 20 22 ഒക്കെ മൈലേജ് കിട്ടുന്ന ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ടോ ചോദിക്കുന്ന ആളുകൾക്ക്
ഓഫർ റേറ്റിന് കൊടുക്കുന്ന വണ്ടിയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് AMT ആകരം നമുക്ക് ഇനി ഓട്ടോമാറ്റിക് ഇനി മാനുവൽ ആയിട്ട് യൂസ് ചെയ്യണമെന്ന് കമ്പുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. നല്ല മൈലേജ്, അടിപൊളി വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ പുത്തൻ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതും ടച്ച് എല്ലാ ഭാഗവും ഓക്കെയാണ്. നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ പക്ക ക്വാളിറ്റി ഉള്ള വാഹനം, നല്ല കംഫർട്ട് ആയിട്ടുള്ള വണ്ടി. അതെ അതെ. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് പൊതുവെ എന്ന് പറഞ്ഞാല് ലോങ് ഡ്രൈവേഴ്സിനൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി ഓപ്ഷനാണ്, ഓപ്ഷനുള്ള വാഹനമാണ്. കാരണം എന്താ വെച്ചാൽ നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയറിൽ AC വെന്റ് വരുന്നുണ്ട്, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, അടിപൊളി കാര്യങ്ങളൊക്കെ സീറ്റ് കവർ വരുന്നുണ്ട്. 2017 ലാസ്റ്റ് മോഡൽ വാഹനം കേട്ടോ. ഓക്കെ, ഇത് 6.5 ലക്ഷം രൂപ വില ഇട്ടേക്കുന്ന വാഹനമാണ്. 6 ലക്ഷം രൂപയാണ് നമ്മൾ ഫൈനൽ റേറ്റ് പറഞ്ഞേക്കുന്നത്. 5,90,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും. 5,90,000 രൂപയ്ക്ക്. മുന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം 6.25 ലക്ഷം രൂപ ഈ വണ്ടിക്കൊക്കെ വില ഇട്ടുന്നത്. ഓഫർ റേറ്റിന് 5,90,000 ഈ വാഹനം കൊടുക്കാൻ പറ്റും. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. നമുക്ക് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ 1 കൂടിയിട്ടുണ്ട്. ഫുള്ള് കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. A to Z കമ്പനി സർവീസ്. അടിപൊളി നമ്പർ. നമ്മൾ ഫാൻസി നമ്പർ പറഞ്ഞു അതിന്റെ ഫാൻസി പോകണ്ടെന്ന് എഴുതിയിട്ടാണ്. അടുത്ത തവണ നമുക്ക് സിറ്റി സൺറൂഫ് ഉള്ള ഹോണ്ട സിറ്റി, അതും VX ഓപ്ഷണൽ വരുന്ന വാഹനം, റെയർ ആയിട്ട് വരുന്ന വാഹനമാണ് VX. എല്ലാവരും VX ആണ് ഇതിന്റെ ഫുൾ ഓപ്ഷൻ വരുന്നത്. അതിന്റെ മുകളിലുള്ള വേരിയന്റ് ആണ്. 1,98,000 കിലോമീറ്റർ ഇപ്പൊ സർവീസ് കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ് 1 ലക്ഷം ആയിട്ടുണ്ട്. അതും സർവീസ് ബില്ലും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ക്ലെയിമും വണ്ടിയിൽ നടത്താത്ത വണ്ടി കേട്ടോ. അതും സിംഗിൾ ഓൺഷിപ്പ് അല്ല നിലവിലുള്ളത്. 2016 മോഡലാണ്. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ 480% ടയർ ഉണ്ട്. ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് 5,90,000 രൂപക്ക് 5,90,000 പുതിയ ഇൻഷുറൻസിന്റെ വണ്ടി ചെയ്യാൻ പറ്റും. ഏറ്റവും ടോപ്പിന്റെ 5.25 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. ഒരു 20,000-25,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. ഇത്രയും വലിയൊരു വണ്ടി, ഓപ്ഷനുള്ള വണ്ടി നമുക്ക്. അതും കമ്പനി സർവീസ്, ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്, 0 ക്ലെയിം കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. അടുത്തവണ ഇതിന്റെ തൊട്ട് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് 7th ജനറേഷൻ വരുന്ന വാഹനം. കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്, കളർ ചേഞ്ച് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി ഗ്രേ വണ്ടി. 17 ZX വണ്ടി, അതും ഡീസലില് നല്ല ക്വാളിറ്റി ഉള്ള ടയർ ഭാഗം നോക്കാൻ 4 പുത്തൻ ടയർ. വണ്ടി ഫുൾ കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 10 എയർ ബാഗ് വരുന്ന ZX വരുന്ന വാഹനം. 10 എയർ ബാഗ് വരുന്ന ZX വരുന്ന വാഹനം. നമുക്ക് ഇന്ന് നമ്മൾ 9.5 ലക്ഷം വില ഇട്ടേക്കുന്ന വാഹനം. അത് 9.5 ലക്ഷം രൂപ വില കിട്ടുന്ന വണ്ടി 8,90,000 രൂപക്ക് വാഹനം കൊടുക്കാം. സ്പെഷ്യൽ റേറ്റ് 9.25 ലക്ഷം വരെ ലോണും ചെയ്യാം. 9.25 വരെ നമുക്ക് ലോൺ ചെയ്യാം. സ്പെഷ്യൽ റേറ്റ് ആണ്. 2024 ഈ വണ്ടികളൊക്കെ കാലിയാക്കണം. അത്രയും റേറ്റ് കുറച്ചിട്ട് നമുക്ക് വണ്ടി ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം ഉപയോഗം. മൈലേജ് എന്ന് പറഞ്ഞാൽ 24 എന്തായാലും മൈലേജ്. ഇത്രയും വലിയൊരു വണ്ടിയാണ്, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, 4 പുത്തൻ ടയറും ഉണ്ട്, ഫുള്ള് ലോണും ചെയ്തെടുക്കുക. ഒരു ക്ലെയിമും റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ്. ഡീസലില് സൺറൂഫ് വരുന്ന ZX വരുന്ന 10 എയർ ബാഗ് വരുന്ന ഹോണ്ട സിറ്റി നമുക്ക് ഫുൾ ഓൺ ചെയ്യാം. അത് നമുക്ക് സ്പെഷ്യൽ റേറ്റ് 30,000 രൂപ നമ്മൾ സ്പെഷ്യൽ റേറ്റ് ഡിസ്കൗണ്ട് വിട്ടിട്ടുണ്ട്. 60,000 രൂപ ഡിസ്കൗണ്ട്. 9.5 ലക്ഷം രൂപ മാർക്കറ്റ് വരുന്ന വാഹനമാണ്. ഇപ്പൊ നിലവിൽ 9 രൂപ ചോദിച്ചിരുന്ന വാഹനമാണ്. 8,90,000 രൂപ കൊടുക്കാൻ പറ്റും. അടുത്ത തവണ വീണ്ടും നമുക്ക് മാരുതിയുടെ ഒരു സെഡാന് നമ്മൾ ഏതാ ചോദിച്ചാല് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കിട്ടുന്ന വണ്ടിയാണ് സിയാസ്. ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ്? 60,000 കിലോമീറ്റർ, 58,000 സർവീസും കഴിഞ്ഞ 60,000 കിലോമീറ്റർ ഓടിയ VXI ഓപ്ഷനിൽ വരുന്ന എക്സ്ട്രാ സ്കേർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം കേട്ടോ. അതിന്റെ ഗിയർ നോബിന്റെ ആ പുതിയ നോബ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. അടിപൊളി കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള വാഹനം. 4 പുത്തൻ ടയർ ഉണ്ട്, 59 ഇൻഷുറൻസ് ഉണ്ട്. 2017-18 റേഷ്യർ വരുന്ന 60,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനം. 6.5 ലക്ഷം രൂപ നമ്മൾ വണ്ടിക്ക് വില ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് 6,20,000 രൂപക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. 30,000 രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട്. ഫുള്ള് ലോൺ അല്ല, ഒരു 60,000 രൂപ ക്യാഷ് ബാക്കും കൊടുക്കാം. 60,000 രൂപ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. 2018 വരുന്ന 60,000 കിലോമീറ്ററുടെ സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വാഹനം. അതെ. അടുത്ത വീണ്ടും നമുക്കൊരു ഫീച്ചേഴ്സ് നോക്കുന്നവർക്കും പെർഫോമൻസ് നോക്കുന്നവർക്കും ബെറ്റർ ഓപ്ഷൻ ആണ് വെർണ അല്ലെ. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങൾ, അൾട്രേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് RTO പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്തതാണ്.
18-19 റേഷർ. അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിലൊരു കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിൽ നമ്മൾ മുന്നേ വിറ്റുന്ന വാഹനം, അതായത് ഗൾഫ് പോയപ്പോൾ നമ്മളെ കയ്യിൽ കൊടുന്ന് വെച്ചാണ്. ഇപ്പോൾ ഇത് 9.30 റേറ്റ് അവർ പറഞ്ഞിരുന്നത്. 9 ലക്ഷം രൂപക്ക് ഫൈനലാക്കി കൊടുക്കാൻ പറ്റും. എല്ലാ വണ്ടിയിലും ഓഫർ റേറ്റ് ആണ് ഇപ്പോൾ. എല്ലാത്തിലും നമ്മൾ മാക്സിമം വില കുറച്ചിട്ടുള്ള റേറ്റ് ആണ്. ഫുൾ ലോൺ ചെയ്ത് ഡീസൽ വണ്ടിയല്ല വരുന്നത്. ഡീസലിൽ 1.6 XX 6 എയർ ബാഗ് വരുന്ന 2.5 ലക്ഷം രൂപ ഫിറ്റിംഗ്സ് ഉള്ള ഡീസലുമാണ്. പെർഫോമൻസിൽ യാതൊരു ബുദ്ധിമുട്ടും വരില്ല. അതെ, അതാണ് നമ്മൾ അതിന്റെ തൊട്ട് മുമ്പത്തെ ജനറേഷൻ വണ്ടി. നമ്പറൊക്കെ നോക്കി നിങ്ങള് പൊളി നമ്പറാണ് 2030. അതെ, എങ്ങനെയായിരുന്നു? 2014 ലാസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ്, ഡയമണ്ട് കട്ട് വീല് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വെർണ ഫ്ലൂഡിക് ടൈപ്പ് വരുന്ന വാഹനമാണിത്. സിംഗിൾ ഓണർഷിപ്പ്, 90,000 കിലോമീറ്ററിൽ കമ്പനി സർവീസ് കഴിഞ്ഞു. A to Z കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ബുക്ക് ഉണ്ട്, സെക്കൻഡ് കീ ഉണ്ട്, ഇൻഷുറൻസ് പുതിയതാണ്. വേറെ മേജർ ആയിട്ടുള്ള ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ റീപ്ലേസോ ഒന്നും വണ്ടിയിൽ വന്നിട്ടില്ല. അത്യാവശ്യം നല്ല നമ്പറും ഉണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 4.25 ലക്ഷം രൂപയാണ് നമ്മൾ റേറ്റ് പറഞ്ഞേക്കുന്നത്. 4,60,000 രൂപ, 4.5 ലക്ഷം രൂപ കൊടുക്കാം ഫൈനലി. 4.5 ലക്ഷം രൂപക്ക് 25,000 രൂപ ഇതിനും ഡിസ്കൗണ്ട്. ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും, പക്ഷെ ഇയർ കുറയും. അത് 1-2 കൊല്ലത്തേക്കൊക്കെ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഡീസൽ വണ്ടിയാണ്, നല്ല മൈലേജ് ഉണ്ടാവും. വീണ്ടും നമ്മളൊരു ചെറുവാഹനത്തേക്ക് തന്നെയാണ്. എന്നാൽ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലൊക്കെ ഒരു കോംപ്രമൈസ് ഇല്ലാത്ത അതിന്റെ ഒരു ഡോർ തുറക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു വെയിറ്റ് കാര്യം 16,000 കിലോമീറ്റർ ഓടിയ RX എക്സെറ്റ് എന്നുള്ള ഓപ്ഷൻ വരുന്ന കേട്ടോ. ഏറ്റവും ടോപ്പിന്റെ വണ്ടിയില് ചെറുവണ്ടി തന്നെ ടാറ്റ അർമന്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ക്വാളിറ്റി ഉള്ള വാഹനം. 21 മോഡലാണ്. 0 ക്ലെയിം. കമ്പനിന്നും പുറത്തുനിന്നും ഒരു പെയിന്റ് ടച്ചപ്പ് പോലും ചെയ്യാത്തൊരു വാഹനം. പമ്പറിന്റെ തുമ്പ് മാത്രമേ ഒരു ടച്ചിങ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒരു വണ്ടി കയറ്റിടുമ്പോഴുള്ള പോളിഷ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റി. വെറും 16,000 കിലോമീറ്ററുടെ ടിയാഗോ 50 ഓടിയ വണ്ടിയുടെ റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. 0 ക്ലെയിം. 5.25 ലക്ഷം രൂപയാണ് വണ്ടിയുടെ റേറ്റ്. പുത്ത വണ്ടി ഇറക്കണമെങ്കിൽ 8,25,000 രൂപ കൊടുക്കണം. 5.25 ലക്ഷം രൂപക്ക് വെറും 16,000 കിലോമീറ്റർ ഓടിയ വാഹനം കൊണ്ടുപോകാം. അതും ഫുൾ ലോണും ചെയ്യാം. ഇനി 20,000 കിലോമീറ്റർ ഓടിയ വാഹനം, അതും 4 പുത്തൻ ടയർ കാര്യങ്ങൾ, അലോയ് ഒക്കെ അടിപൊളി വീലും 4 പുത്തൻ ടയറും സ്റ്റെപ്പിനൊന്നും എടുത്തിട്ടില്ല. ഈ ഒരു വാഹനം നമുക്ക് 3.25 ലക്ഷം രൂപ ചോദിച്ചിരുന്നത് 2,90,000 രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും. 2,90,000. അതെ, 18 മോഡൽ ഫുൾ ഓപ്ഷൻ വരുന്ന 0 800cc നല്ല മൈലേജ് ഉണ്ടാവും. കുഴപ്പമില്ലാത്തൊരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ, സ്പേസും ഉണ്ട് വണ്ടി. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നല്ല മൈലേജ് ഒക്കെ 2,90,000 രൂപ ഫൈനൽ കൊടുക്കാൻ പറ്റും. നമുക്ക് ഫുൾ ഓപ്ഷൻ വരുന്ന ഫുൾ ലോണും ചെയ്ത് കൊടുക്കാം. ചെറിയ കിലോമീറ്റർ മാത്രമല്ല, ഒരു അലോയ് വീൽസ്, 4 പുത്തൻ ടയർ, ഒന്നും ചെയ്യേണ്ട. വണ്ടി എടുത്തിട്ട് നിങ്ങൾ സർവീസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റി ഉള്ള വാഹനം. അത് നമ്മള് ഒരു i20 നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമ്മള് ഒരു i20 തന്നെ എൻഡ് ചെയ്യാം. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് എലൈറ്റ് i20. പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു കളർ അതിന് ഇഷ്ടപ്പെട്ടിരുന്നു. ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു കളർ. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2017 ലാസ്റ്റ് മോഡൽ ഡീസലാണ്. 88,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ഇൻഷുറൻസ് പുതിയത്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ ഭാഗം നോക്കുന്നത് 80% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി ടച്ച് സ്ക്രീൻ ഉണ്ട്, റിവേഴ്സ് ക്യാമും കാര്യങ്ങളുണ്ട്, ഡുവൽ എയർ ബാഗ്, ABS ഒക്കെ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന i20 നമുക്ക് 5.5 ലക്ഷം രൂപ കൊടുക്കാം. 5 ലക്ഷം രൂപ 5 ലക്ഷം വരെ ലോണും ചെയ്ത് കൊടുക്കാം. വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. 2017 ഡീസൽ i20 5.5 ലക്ഷം രൂപ കൊടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നിർത്തി എന്ന് പറഞ്ഞത് ഫസ്റ്റ് പാർട്ട് നിർത്തിയ കാര്യമാണ് പറഞ്ഞത്. ഇനി ഇതാവണു അടിപൊളി ക്രെറ്റ, സെൽട്ടോസ്, SUV നമുക്ക് മാലപ്പടക്കം പോലെ നമുക്ക് ഈ ഒരു SUV ആഗ്രഹമുള്ളവർക്ക് നമുക്ക് ഹാച്ച് ബാഗിന്റെ ഒക്കെ പ്രൈസിന് കൊടുക്കാൻ പറ്റും അടിപൊളി വണ്ടികൾ. ഒരുപാട് വണ്ടികളുണ്ട്, ഇഷ്ടം പോലെ വാഹനങ്ങൾ, XUV ടൈപ്പ് വാഹനങ്ങളുണ്ട്, ഓഫർ റേറ്റ് ഇട്ടേക്കുന്ന വാഹനങ്ങളുണ്ട്, ഇഷ്ടം പോലെ വാഹനങ്ങളുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു പാർട്ട് കഴിഞ്ഞോടുകൂടി ഇവിടെ സ്റ്റോക്ക് കഴിഞ്ഞു നിങ്ങൾ കരുതണ്ട. നല്ല അടിപൊളി കളക്ഷൻ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരും. അപ്പോൾ നമുക്ക് ഏകദേശം 70 വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത്. 10-35ഓളം വാഹനങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചു. ഇനി അത്രയും വാഹനങ്ങൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലുണ്ട്.
ഇത്തവണ നമ്മളൊരു മിക്സ് ചെയ്ത പാർട്ടായിരുന്നു. മൈലേജ് എഡിഷൻ ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ കരുതിയത്. അതായത് തീർച്ചയായിട്ടും. ഡീസൽ വണ്ടികൾ, നല്ല സ്വിഫ്റ്റ്, ബലേനോ, അതേപോലെ ഇനി ഹോണ്ടന്റെ വാഹനങ്ങളാണെങ്കിൽ സെഡാൻ ടൈപ്പ് ഉണ്ട്, നമുക്ക് SUV ടൈപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉൾക്കൊള്ളിച്ച് ഇനി അതേപോലെ തന്നെ സാധാരണക്കാരന് വേണ്ടിയിട്ട് നമ്മൾ റെഡിഗോ മുതൽ ചെറിയ 800cc നല്ല വാഹനങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി മിക്സ്ഡ് പാർട്ടായിരുന്നു. സോ എല്ലാ റേഞ്ചിലുള്ള ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടാണ്. അടുത്ത പാർട്ട് അതേപോലെ തന്നെയാണ്, നമുക്ക് നല്ല ഗംഭീരമായിട്ടുള്ളതും കൂടെ തന്നെ നമുക്ക് നെട്ടിക്കുന്ന ഒരു വിലക്കുറവിൽ നമുക്ക് നല്ലൊരു പ്രീമിയം വാഹനത്തിനാണ് നെക്സ്റ്റ് പാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ RB മോട്ടോഴ്സ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂര്, അതായത് നമ്മൾ ഊട്ടി റോഡിലാണ്, പെരിന്തൽമണ്ണ റോഡിലായിട്ട് ട്രാൻസിന് തൊട്ടി ചാരി തന്നെയാണ്. നമ്മൾ 200 മീറ്റർ പോകുന്ന കഴിഞ്ഞാൽ നമ്മളെ ഷോപ്പും വീടും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെയാണ്. ഈ ലൊക്കേഷൻ അറിയാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ RB മോട്ടോഴ്സ് വണ്ടൂർ എന്ന് അടിച്ചാൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷൊർണൂർ വന്നിട്ട് നിലമ്പൂർ റോഡ് വണ്ടി കയറിയിട്ട് നമുക്ക് വാണിയമ്പലം സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ജസ്റ്റ് ഓട്ടോക്ക് നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാജാറാണിക്കൊക്കെ പോരുന്നവരാണ് തിരുവനന്തപുരം മുതൽ ഇങ്ങ് വരെ നമുക്ക് ഒറ്റ ട്രെയിനിൽ നേരിട്ട് വരാനും പറ്റും. വീട്ടിലായതുകൊണ്ട് നമുക്ക് ഇനി ലോങ്ങിലുള്ളവർക്ക് നമുക്ക് കുറച്ച് രാത്രിയാണെങ്കിൽ നമുക്ക് പരിഗണിക്കാം. അടുത്തുള്ളവർ മാക്സിമം നമ്മൾ വൈകുന്നേരത്തിന് മുമ്പ് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കാം. സോ എന്ത് ചെയ്യാം, നല്ല ക്വാളിറ്റിയിൽ ഫുൾ ഓണിൽ ക്യാഷ് ബാക്കിൽ അടിപൊളി കാർ വേണമെങ്കിൽ 2025 പുറക്കും നിങ്ങൾക്ക് കാർ ഇല്ല എന്നുള്ള സങ്കടം നമുക്ക് RBന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ സങ്കടമാണ് തീരും. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. സോ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. സമീർ റിയാസ് സമീർ സൈനിങ് ഓഫ്.